ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചട്നി പൗഡർ ഉണ്ടാക്കിയാലോ? ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ദോശപ്പൊടി അല്ലെങ്കിൽ ഇഡ്ഡലിപ്പൊടി. ഇന്ന് നമുക്ക് അതിൻ്റെ റെസിപ്പി ആവാം. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ? ചട്നി പൗഡർ ഉണ്ടാക്കാനായി ഞാൻ ആദ്യം 2 ഇൻഗ്രീഡിയൻസാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്നും സാമ്പാർ പരിപ്പും. ഞാനിവിടെ 1/4 കപ്പ് ഉഴുന്നിന് 3/4 കപ്പ് സാമ്പാർ പരിപ്പ് എന്ന കണക്കിലാണ് എടുത്തിട്ടുള്ളത്. ഒരു കടായി അടുപ്പത്ത് വെച്ച് നല്ലവണ്ണം ചൂടാകുമ്പോൾ ആദ്യം നമുക്ക് ഈ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം റെഡിഷ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഉഴുന്നിനെ വറുത്തെടുക്കുക. നമ്മുടെ ഉഴുന്ന് റെഡിയായി കഴിഞ്ഞു. ഈ ഒരു കളറിൽ വേണം എടുക്കാൻ. കുറച്ചുകൂടെ കളർ വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടെ ഇത് വറുക്കാവുന്നതാണ്. കരിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കുക. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായി വയ്ക്കാം. അടുത്തതായി നമുക്ക് സാമ്പാർ പരിപ്പ് ഇതുപോലെ വറുത്തെടുക്കാം. 3/4 കപ്പ് സാമ്പാർ പരിപ്പാണ്. ഇതും നല്ലവണ്ണം റെഡിഷ് ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കുക. നമ്മുടെ സാമ്പാർ പരിപ്പും നല്ലവണ്ണം വറുത്ത് കഴിഞ്ഞു. ഈ ഒരു കളറാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സാമ്പാർ പരിപ്പിനെയും തണുക്കാനായി നമുക്ക് മാറ്റി വയ്ക്കും. അടുത്തതായി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ്. കുറച്ച് ഒരു 2 3 എന്നുള്ള ജസ്റ്റ് കായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ തണുക്കാനായി മാറ്റി വയ്ക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തണുത്ത് കഴിഞ്ഞു. ഇനി ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം പൗഡർ ഫോമിൽ നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കാം. ഇതേ നമ്മുടെ പൗഡർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റി എത്ര നാൾ വേണോ സൂക്ഷിക്കാവുന്നതാണ്. ഞാൻ കുറച്ചൊരു തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇവിടെ എൻ്റെ കുട്ടികൾക്ക് അതാണ് ഇഷ്ടം. ഇതിൽ നിന്നും 1-2 സ്പൂൺ എടുത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിനുപയോഗിക്കുന്ന എണ്ണ കോക്കനട്ട് ഓയിലായാൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രായമായവർക്കും കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങളുള്ളവർക്കും സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് ഈ ചട്നി പൗഡർ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകാൻ നേരത്ത് രാവിലെ നമ്മളൊരിച്ചിരി എണീക്കാൻ ലേറ്റായാൽ ദോശയ്ക്കൊപ്പവും ഇഡ്ഡലിക്കൊപ്പവും ഒക്കെ വളരെ വേഗം കൊടുത്തു വിടാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഞാൻ ശരിക്കും സ്കൂൾ തുറക്കുന്ന സമയത്താണ് ഈ ഒരു പൗഡർ ഉണ്ടാക്കി സൂക്ഷിച്ച് വയ്ക്കാറ്. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? ഇതേ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊടിയാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.